നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കാൽസ്യം ലെവൽ കുറവായിട്ടുള്ളവർക്ക് ഇവ നികത്താൻ വേണ്ടി വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 3 തരത്തിലുള്ള പാനീയങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ പാല് കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പാലിന് പകരമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാൽസ്യം ലെവൽ കൂട്ടുന്ന മിക്ക നമുക്ക് റെമഡീസുകളിലും ഒക്കെ തന്നെ പാലൊരു പ്രധാന ഘടകം തന്നെയാണ്. പാലിൽ ചേർത്തിട്ടാണ് പലതരത്തിലുള്ള മരുന്നുകൾ നമ്മൾ പറയുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പാലിന് പകരമായിട്ടും അലർജി കണ്ടീഷൻസ് ഉള്ളവർക്കും ഡയബറ്റിസ് ഉള്ളവർക്കും ഒക്കെ തന്നെ വളരെ സേഫ് ആയിട്ട് തന്നെ ഈ പാനീയങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. കാൽസ്യം ലെവൽ നമ്മുടെ ശരീരത്തിൽ കുറവാണെന്ന് കാണിക്കുന്ന പ്രധാന ചില ലക്ഷണങ്ങൾ പറഞ്ഞു പോകാം. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള സന്ധികളിലുള്ള വേദനകൾ അല്ലെങ്കിൽ എല്ലുകളിലുള്ള വേദനകളാണ്. പ്രത്യേകിച്ച് രാത്രി ഒന്ന് ഉറങ്ങി എണീക്കുന്ന സമയത്തേക്ക് ഒന്ന് കാല് മാറ്റി വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്തോ ശക്തമായിട്ടുള്ള വേദനകൾ ഈ എല്ലുകളുടെ ഭാഗത്തേക്ക് വരിക എന്നുള്ളതാണ്. അതുപോലെ രാത്രിയിൽ നമുക്ക് പലപ്പോഴും മസിൽ കയറ്റത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, ചുട്ടുനീറ്റലിന്റെ പ്രശ്നങ്ങളുടെ കാലിലേക്ക് വന്നേക്കാം. അതുപോലെ നമുക്ക് തരിപ്പ് മരവിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനോടൊപ്പം തന്നെ വരാറുണ്ട്. അതിന് കാരണം തന്നെ നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യത്തിനൊക്കെ തന്നെ കാൽസ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റൊന്ന് അതിശക്തമായിട്ടുള്ള ക്ഷീണം വരിക, വിശപ്പില്ലായ്മയുടെ പ്രശ്നങ്ങൾ വരിക, മുടികൊഴിച്ചിൽ അമിതമായിട്ട് വരിക, മുടിയിൽ ഡ്രൈനസ് അമിതമായിട്ട് വരിക, കൂടാതെ ഫേസിനാണെന്നുണ്ടെങ്കിൽ ഒരു ഡൾ ആയിട്ടുള്ളത് പോലെയോ മുഖം ഒന്ന് മങ്ങിപ്പോയതുപോലെയോ ഒക്കെ കാണിക്കുക. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 2 or 3 ഒക്കെ നിങ്ങൾക്ക് അടുപ്പിച്ചുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനീയങ്ങൾ ഏത് രീതികളിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യത്തെ പാനീയത്തിൽ വരുന്ന പ്രധാന ചേരുവ എന്ന് പറയുന്നത് റാഗിയാണ്. റാഗി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അയൺ റിച്ച് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അനീമിക് കണ്ടീഷൻസ് ഉള്ളവർക്കാണെങ്കിൽ രക്തം കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാണ്. ഒപ്പം തന്നെ ക്യാൻസർ ലെവൽ കൂട്ടാൻ വേണ്ടും നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം പെട്ടെന്ന് തന്നെ നമുക്ക് നൽകാൻ വേണ്ടും സഹായകരമാകുന്നതാണ്. വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്കും വളരെ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന്റെ പ്രത്യേകിച്ച് ഇവയിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് ലോ ആണ്. അതിനാൽ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ തന്നെ വളരെ സേഫ് ആയിട്ട് തന്നെ ഉപയോഗിച്ചു പോരാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറയാം. ഇതിനു വേണ്ടിയിട്ട് 1 ഗ്ലാസ് അളവായിട്ടുള്ള റാഗി എടുക്കുക. ചെറിയൊരു ഗ്ലാസ് അളവായിട്ടുള്ള റാഗി എടുക്കുക. അതിന് മണ്ണും പൊടിയും ഒക്കെ തന്നെ നീക്കം ചെയ്യുക. 2 or 3 തവണ നല്ല രീതിയിൽ വൃത്തിയാക്കി കഴുകുക. എന്നിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതായത് രാത്രിയിൽ കുതിർത്ത് വെച്ച് രാവിലെ എടുക്കുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ എടുത്തതിന് ശേഷം ഈ ഒരു റാഗി മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക. ഈ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനൊപ്പം തന്നെ 1 തവണ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിനൊപ്പം അരമുറി അളവായിട്ടുള്ള തേങ്ങ ചിരകിയത് കൂടിയിട്ട് ചേർക്കുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ ഇവ ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിന്റെ പാലെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊരു 2 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇതിൽ നിന്നും 1/2 ഗ്ലാസ് അളവ് വീതം മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു ദിവസം 2 പ്രാവശ്യമായിട്ട് രാവിലെ വൈകിട്ടുമായിട്ട് കുടിക്കാൻ പറ്റുന്നതാണ്. ഇത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ ആയിട്ടുള്ള രീതിയിൽ കുടിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ 11 മണി സമയത്തോ 4 മണി സമയത്തോ കുടിക്കാൻ പറ്റുന്നതാണ്. 1/2 ഗ്ലാസ് അളവ് എടുക്കുക. ഇതിനകത്തേക്ക് 1/4 സ്പൂണിനും താഴെ ആയിട്ടുള്ള രീതിയിൽ കറുവപ്പട്ടയുടെ പൊടിയാണ് നമ്മൾ ചേർക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഏലക്കയുടെ പൊടി നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടോ ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏലക്കയുടെ പൊടിയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര, പനക്കൽക്കണ്ടം തുടങ്ങിയിട്ടുള്ളവയൊക്കെ കരിപ്പട്ടി മുതലായിട്ടുള്ളവ നമുക്ക് ചേർക്കാൻ പറ്റും. എന്നാൽ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ ഇവയൊന്നും ചേർക്കരുത്. അല്ലാതെ തന്നെ നമ്മൾ കുടിക്കുന്നതാണ് ഗുണകരമായിട്ടുള്ളത്. ഇങ്ങനെ ആഴ്ചയിൽ 2 തവണ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പാനീയം എന്ന് പറയുന്നത് ശരീരപുഷ്ടി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ തന്നെ വളരെ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒപ്പം തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും എല്ല് തേയ്മാനത്തിന് പ്രശ്നങ്ങളുള്ളവർക്കും വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് ബേസ് ആയിട്ട് വരുന്നത് പാല് തന്നെയാണ്. എന്നാൽ പാല് കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാഗിയും തേങ്ങയും കൂടി ചേർത്തിട്ടുള്ള പാല് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇതിൽ നിന്നും 1/2 ഗ്ലാസ് അളവായിട്ടുള്ള പാലെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചേരുവകൾ ചേർക്കുന്നുണ്ട്. ഇതിൽ വരുന്ന പ്രധാന ചേരുവ എന്ന് പറയുന്നത് താമര വിത്തുകളാണ്. മഖാന എന്നുള്ള പേരുകളിൽ അറിയപ്പെടാറുണ്ട്. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ തന്നെ വളരെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് ഉയർന്ന അളവിൽ കാൽസ്യം,
വിറ്റമിൻ ഡി, അതുപോലെ അയൺ, വിറ്റമിൻസുകളും മിനറൽസുകളും സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു 15 അല്ലെങ്കിൽ 20 നിങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് അതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നെയ്യിലിട്ടൊന്ന് വറുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. പൊടിക്കുന്ന സമയത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ബദാം, കാഷ്യൂ തുടങ്ങിയിട്ടുള്ള നട്ട്സുകൾ ഉണ്ടെങ്കിൽ ഇവയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം ഈ പൊടിക്കകത്തേക്ക് നമുക്ക് പാല് നമുക്ക് ഒഴിക്കാൻ പറ്റുന്നതാണ്. പാല് എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ആയിട്ടുള്ള പശുവും പാല് നമുക്ക് ഉപയോഗിക്കാം. പാല് കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള റാഗിയും തേങ്ങയും ചേർത്തിട്ടുള്ള പാല് നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം 1/2 തൊട്ട് 3/4 ഗ്ലാസ് അളവായിട്ടുള്ള പാല് ചേർക്കുക. മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പഴം ചേർക്കുന്നത് ഗുണകരമാണ്. ഒരു അരമണിക്കൂർ മുന്നേ കുറച്ച് വെള്ളത്തിൽ ഈന്തപ്പഴം കുതിർക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് കുതിർത്തിട്ടുള്ള ഈന്തപ്പഴം ഇതിനകത്തേക്ക് ചേർത്ത് അടിച്ചെടുക്കാൻ പറ്റും. ഇല്ലാത്തവർക്ക് പനക്കൽക്കണ്ടമോ ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പട്ടിയോ നമുക്ക് ഇതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ മധുരമായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഉപയോഗിക്കേണ്ടതില്ല. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് ഏതെങ്കിലും ഒരു നേരത്തെ നമുക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. ഒന്നെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കാം, ഇല്ലെങ്കിൽ 11 മണി സമയത്ത് കുടിക്കാം, 4 മണി സമയത്ത് കുടിക്കാം, ഇല്ലെങ്കിൽ രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും കുടിക്കാൻ കഴിയുന്നതാണ്. ഇനി മൂന്നാമത്തെ പാനീയം എന്ന് പറയുന്നത്, പാനീയത്തിന്റെ ബേസ് ആയിട്ട് വരുന്നത് പാലല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള റാഗിയും തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ള പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം 3/4 ഗ്ലാസ് അളവായിട്ടുള്ള പാലെടുക്കുക. ഇതിൽ ചേർക്കുന്ന ഏറ്റവും പ്രധാന ചേരുവ എന്ന് പറയുന്നത് സബ്ജ സീഡ് എന്ന് പറയും, ഇല്ലെങ്കിൽ നമുക്ക് തുളസി വിത്തുകൾ എന്ന് പറയാറുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. ഈ ഒരു കാൽസ്യം ലെവൽ കൂട്ടാനും എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും വേണ്ടി സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടാവും. നമ്മൾ രാമതുളസിയിൽ നിന്നും അതുപോലെ കാട്ടുതുളസിയിൽ നിന്നുള്ള വിത്തുകളാണ് സബ്ജ സീഡുകൾ എന്ന് പറയുന്നത്. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കുറച്ച് സമയം, ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ കുതിർത്ത് വെക്കുന്ന സമയത്ത് ഇത് കുതിർന്ന് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വരുന്നതാണ്. ഏകദേശം കസ്കസിനോട് തന്നെ രൂപസാദൃശ്യമുള്ളതാണ്. ഈ ഒരു സബ്ജ സീഡ് നമ്മൾ 1 സ്പൂൺ അളവായിട്ടുള്ള സബ്ജ സീഡ് എടുക്കുക. ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം ഈ ഒരു പാലിനകത്തേക്ക് ഈ മിശ്രിതം ചേർക്കേണ്ടതാണ്. രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ 1-2 തവണയായിട്ട് ഈ ഒരു സബ്ജ സീഡിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള പാനീയങ്ങളിൽ നിന്നും 1-2 പാനീയങ്ങളൊക്കെ തന്നെ ആഴ്ചയിൽ പല തവണകളായിട്ട് കുടിക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകാൻ സഹായിക്കുന്നതാണ്. രക്തയോട്ടം കൂട്ടാനും അതുപോലെ തന്നെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. ഈ ഒരു വീഡിയോ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.